പ്രേമികം സദ്ഗുരും ഭജേ. ഭഗവാനെ ആശ്രയിച്ചാൽ അവരെ ഉയർന്ന തലത്തിൽ ഭഗവാൻ എത്തിക്കും. ഭൗതികത്തിലും ആധ്യാത്മികത്തിലും അത് കാണിക്കുന്ന രംഗമാണ് രാജസൂയയാഗം. പഞ്ചപാണ്ഡവന്മാർ നമ്മൾ പറയാറുണ്ട്. പഞ്ചപാണ്ഡവന്മാർ പറഞ്ഞാൽ ദേവന്മാരുടെ അവതാരമായി ജനിച്ചവരാണ്. ധർമ്മരാജാവിൻ്റെ അവതാരമാണ് യുധിഷ്ഠിരൻ, വായുഭഗവാന്റെ അവതാരമാണ് ഭീമൻ, ദേവരാജനായ ഇന്ദ്രൻ്റെ അവതാരമാണ് അർജുനൻ, അശ്വിനി ദേവതകളുടെ അവതാരമാണ് നകുല സഹദേവന്മാർ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇത്ര വലിയ അവതാരമായി ജനിച്ചവർ പോലും താമസിക്കാൻ ഒരു വീട് ഇല്ലേ, സ്വന്തമായി കഴിക്കാൻ ഭക്ഷണമില്ലേ, ആവശ്യം നമുക്ക് എന്ത് വേണം? താമസിക്കാൻ ഒരു ചെറിയ കുടിലും പിന്നെ കുറച്ച് ഭക്ഷണം, ഇതാണ് ആവശ്യം. പിന്നെ ലജ്ജ മറയ്ക്കാൻ ഒരു വസ്ത്രം, ഇത്രയേ വേണ്ടൂ. ഇതുപോലും ഇല്ലാതെ പഞ്ചപാണ്ഡവന്മാർ പഞ്ച് പോലെ പറന്നുകൊണ്ടിരിക്കുന്നു. അവരെ കൊല്ലാൻ വേണ്ടി ദുര്യോധനാദികൾ ശ്രമിക്കുന്നു. അപ്പോൾ പേടിച്ച് ഏകചക്ര എന്ന ഗ്രാമത്തിൽ അവർ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നു. ഭീമനക്ക് കൂടുതൽ വിശപ്പുണ്ടാവും. കാരണം അവൻ്റെ വയറിൽ വൃക്കോദരം എന്നാണ് പറയുക. വൃക്കം പറഞ്ഞ ഒരു അഗ്നിയാണ് അവൻ്റെ വയറ്റിലിരിക്കുന്നത്. അപ്പോൾ എത്ര കഴിച്ചാലും അവൾക്ക് പോരാ ഭീമനക്ക്. അപ്പോൾ ഭീമൻ എന്ത് ചെയ്യും? ഭിക്ഷ മേടിച്ചിൽ പകുതി അവൻ തന്നെ കഴിക്കും. പിന്നെ ഉള്ളത് ബാക്കി എല്ലാവരും സ്വീകരിക്കും. ഇങ്ങനെ അവർ വളരെ ബുദ്ധിമുട്ടിച്ച് ജീവിക്കുമ്പോഴാണ് അവിടെ ബകാസുരൻ ഒരു അസുരനെ കൊന്നപ്പോൾ പിന്നെ അവർക്ക് മനസ്സിലായി പാണ്ഡവന്മാരാണെന്ന്. പിന്നെ പതുക്കെ അവിടെ നിന്ന് സ്ഥലം വിട്ട് പോകുന്ന സമയത്താണ് വ്യാസനെ കണ്ടുമുട്ടി ചോദിച്ചു യുധിഷ്ഠിരൻ, നിങ്ങൾ ഇത്രയും വിഷമിക്കാൻ എന്താ കാരണം? അപ്പോൾ വ്യാസൻ പറഞ്ഞു, നിങ്ങൾക്ക് ഗുരു ഇല്ലേ? ഗുരു ഇല്ലാത്തവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. അന്ന് പറഞ്ഞില്ലേ, ഫാമിലി ജ്യോത്സ്യൻ, ഫാമിലി വൈദ്യനൊക്കെ വയ്ക്കുന്നത് പോലെ ഫാമിലി ഗുരു വേണ്ടതാണ്. കാരണം എന്തെങ്കിലും ദുരിതം പാപം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഗുരുനാഥൻ മന്ത്രം ജപിച്ച് അതൊക്കെ ശരിയാക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടി മന്ത്രം ജപിക്കാൻ നിങ്ങൾക്ക് ഒരു ഗുരുനാഥനെ കണ്ടെത്തണം. അപ്പോൾ വ്യാസനോട് ചോദിച്ചു, ധർമ്മപുത്രൻ നിങ്ങൾ തന്നെ ഗുരുനാഥനായി വരുമോ? എനിക്ക് സമയമില്ലേ, എനിക്കിങ്ങനെ മഹാഭാരതമൊക്കെ എഴുതണ്ടേ. അപ്പം എൻ്റെ ശിഷ്യനെ പറഞ്ഞു വിടാൻ പറഞ്ഞ് ധൗമ്യൻ എന്ന പേരുള്ള ഗുരുനാഥനെ കൊടുത്തു. അങ്ങനെ ധൗമ്യൻ എന്ന ഗുരുനാഥൻ പാണ്ഡവന്മാർക്ക് കിട്ടിയ അടുത്ത കഥയിലാണ് പാണ്ഡവന്മാർ കൃഷ്ണനെ കണ്ടുമുട്ടുന്നു ദ്രൗപദി സ്വയംവരത്തിൽ. അപ്പോൾ ഗുരുനാഥൻ്റെ കാരുണ്യം കിട്ടിയപ്പോൾ ഭഗവാനെ കാണാൻ സാധിച്ചു. പിന്നെ കൃഷ്ണ ഭഗവാനെ കണ്ട ശേഷം കൃഷ്ണ ഭഗവാൻ പാണ്ഡവന്മാരെ വേണ്ട വിധത്തിൽ നോക്കി അവരെ രക്ഷിച്ചു. അങ്ങനെ പാണ്ഡവന്മാർക്ക് വേണ്ടി ഭഗവാൻ രാജസൂയം നടത്തിയ ചരിത്രമാണ് ഇപ്പോൾ നമുക്ക് പറയേണ്ടത്. ഭഗവാൻ സഭയിലിരിക്കുന്ന സമയത്തിലാണ് ജരാസന്ധൻ പേരുള്ള രാജാവ് 20,800 രാജാക്കന്മാരെ കാലഭൈരവനുക്ക് ശിവരാത്രിക്ക് ബലി കൊടുക്കാൻ വേണ്ടി പിടിച്ചു വെച്ചിട്ടുണ്ട്. അവരെ എല്ലാവരും എങ്ങനെയോ ഒരാളെ കണ്ടെത്തി കത്തയച്ചു, ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണേ. ആ രാജദൂതനക്ക് മറുപടി പറയും മുമ്പ് തന്നെ നാരദൻ അവിടെ എത്തി. നാരദൻ എത്തിയപ്പോൾ ഭഗവാൻ ചോദിച്ചു നാരദനോട്, പാണ്ഡവന്മാർ സുഖാണോ? അഥ പൃച്ഛാമഹേ യുഷ്മാൻ പാണ്ഡവാനാം ചികീർഷിതം. അപ്പോൾ നാരദൻ പറഞ്ഞു, പാണ്ഡവന്മാരെ കണ്ടിട്ടാണ് വരുന്നു. പാണ്ഡവന്മാരുടെ അച്ഛൻ പാണ്ഡു മഹാരാജാവ് രാജസൂയം നടത്തണമെന്ന് പാണ്ഡവന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അത് നടത്തി കൊടുക്കാൻ കൃഷ്ണ നീ തന്നെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാനക്ക് ഇപ്പോൾ ഏതാണ് ആദ്യം ചെയ്യണം? രാജസൂയം നടത്താൻ പോകണോ, ഇല്ലെങ്കിൽ ജരാസന്ധൻ അടച്ചു വെച്ചിരിക്കുന്ന രാജാക്കളെ രക്ഷിക്കണമെന്ന് സംശയം വന്നപ്പോൾ അവിടെ ഉദ്ധവനും പറഞ്ഞു കൊടുത്തു, ഒരു വലിയ കാര്യം നടത്തണമെങ്കിൽ പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ ഓടി നടക്കാൻ ആളുകളുണ്ട്. ഇവിടെ മാല കെട്ടാനും വിളക്ക് കൊളുത്താനും പിന്നെ അവിടെ രസീത് എഴുതാനും പാചകപ്പുറയിൽ ഭക്ഷണം ഉണ്ടാക്കാനും വിളമ്പി കൊടുക്കാനും ഒരു സപ്താഹം തന്നെ 100 കോടി തേര് ഇഴുക്കണം എന്ന് പറയാറ്. എല്ലാവരും ചേർന്ന് ചെയ്താലേ കാര്യം നടക്കൂ. ഒരാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്ര വലിയ രാജസൂയം നടത്തണമെങ്കിൽ സഹായിക്കാൻ ചെറുപ്പക്കാർക്ക് കൂടുതൽ വേണം. ഈ രാജകുമാരന്മാരെ ആദ്യം വിമോചനം ചെയ്യണം. അപ്പോൾ നേരിട്ട് ജരാസന്ധനോട് യുദ്ധത്തിന് പോയാൽ എന്താ കുഴപ്പം? ഈ കട്ടി വെച്ച രാജാക്കളെ തന്നെ പറഞ്ഞു വിടും യുദ്ധത്തിനായി. അപ്പോൾ നേരിട്ട് യുദ്ധത്തിന് പോവാതെ ബ്രാഹ്മണ വേഷം കെട്ടിപ്പോയി യുദ്ധം ദാനമായി മേടിച്ച് ഭീമനെ കൊണ്ട് ജരാസന്ധനെ വധിച്ച ശേഷം ആ രാജകുമാരന്മാരെ വിമോചനം ചെയ്ത് പിന്നെ രാജസൂയം നടത്തിയാൽ നന്നാവും. ഉദ്ധവൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു. നല്ല ഐഡിയ. കാരണം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെ ചെയ്യണം, അത് ആദ്യം പ്ലാൻ ചെയ്യണ്ടേ.
അത് നല്ല ബുദ്ധിയുള്ള ആളാണെങ്കിൽ കൃത്യം പ്ലാൻ ചെയ്ത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഉദ്ധവൻ പറഞ്ഞ ശേഷം ഭഗവാൻ പുറപ്പെട്ടു. നേരെ ദ്വാരകയിൽ നിന്നും ഇന്ദ്രപ്രസ്ഥം പുറപ്പെട്ടു ചെന്നു. അവിടെ ധർമ്മപുത്രൻ ഗംഭീര സ്വീകരണം ചെയ്ത് പിന്നെ രാജസൂയം നടത്തണം. അതിന് പണം വേണ്ടേ? അപ്പോൾ ഏത് കർമ്മം ചെയ്യണമെങ്കിലും പണം വേണ്ടേ? അപ്പോൾ ആദ്യത്തെ ദക്ഷിണയായിട്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ ദ്വാരകയിൽ നിന്നും ഞാൻ പണം തരാം. പണം മാത്രം കൊടുത്തിട്ട് കാര്യമില്ലേ. പിന്നെ എന്താ വെച്ചാൽ ഞാൻ നിൻ്റെ അടിമ എന്ന് പറയുന്നു. എന്നാൽ രാജാക്കളുടെ രാജാവായി ആകാൻ വേണ്ടിയാണ് രാജസൂയം. അപ്പോൾ അടിമയായിട്ട് രാജാക്കൾ വരാറില്ലേ, അവർ യുദ്ധത്തിന് പുറപ്പെടും. അപ്പോൾ ഇവിടെ പറഞ്ഞു ഭഗവാൻ, നിന്റെ ഗുണം കൊണ്ട് ഞാൻ നിന്റെ അടിമയായി ജിതോസ്മി ആത്മവതാദേഹം ദുർജയോ യോ അകൃതാത്മവിഹി. ജിതോസ്മി, നിന്റെ ഗുണം കൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് അടിയറ കാണിക്ക വയ്ക്കുന്നു ഭഗവാൻ പറഞ്ഞു. പിന്നെ 4 ദിക്കിലും ഭീമൻ, അർജുനൻ, നകുല, സഹദേവൻ യുദ്ധത്തിന് പോയി എല്ലാവരിൽ നിന്നും സംഭാവന മേടിച്ചു വന്നു. ധർമ്മപുത്രൻ രാജസൂയം പറഞ്ഞപ്പോൾ എല്ലാവർക്കും മിക്കവാറും സന്തോഷമാണ്. ചില രാജാക്കൾ മാത്രം എതിർത്ത് വന്നു, അവരെ ജയിച്ചു കൊണ്ടുവന്നു. പിന്നെ ദക്ഷിണ ദിക്കിൽ തെക്ക് ദിക്കിൽ ചെന്നപ്പോൾ സഹദേവൻ വിഭീഷണൻ പോലും ലങ്കയിൽ നിന്നും പണം കൊടുത്തയച്ചു എന്നാണ് അവിടെ പറയുന്നു. പിന്നെ ജരാസന്ധൻ മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ ഭീമൻ, അർജുനൻ, കൃഷ്ണൻ 3 പേരും ബ്രാഹ്മണ വേഷം കെട്ടി പുറപ്പെട്ടു. ഭീമൻ ഗദ എടുത്ത് പോയി അഭ്യാസം ഉണ്ടല്ലോ. അപ്പോൾ ബ്രാഹ്മണ വേഷം കെട്ടി പോകുമ്പോൾ ഗദ എടുത്ത് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഗിണ്ടി എടുത്തു പോയി 3 പേരും. വലിയ ഗിണ്ടി പിടിച്ചു കൊണ്ടുപോയി. ഭീമനക്ക് വലിയ ഗിണ്ടി കൊടുത്തു. ഭീമൻ ചെയ്തു ഗിണ്ടിൻ്റെ വാളും പിടിച്ച് ഇങ്ങനെ ഗദ മുള വെച്ച് പുറപ്പെട്ടു. ആ ഗദ പിടിച്ച് അഭ്യാസം ഉള്ളത് കൊണ്ട് ഗിണ്ടി ഇങ്ങനെ എടുക്കാതെ ഇങ്ങനെ എടുത്ത് പോകുമ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ പോയാൽ ജരാസന്ധൻ കണ്ടുപിടിക്കും, മര്യാദയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകും എന്നാ പറഞ്ഞ് ജരാസന്ധനോട് യുദ്ധം വേണം പ്രാർത്ഥിച്ചു. ജരാസന്ധൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഈ 3 ബ്രാഹ്മണന്മാരെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ. ചോദിച്ചു, ആരാണ് നിങ്ങൾക്ക് എന്താണ് വേണം? അവൾ പറഞ്ഞു, ഞങ്ങൾക്ക് യുദ്ധം വേണം ദാനമായി. യുദ്ധം വേണം പറഞ്ഞപ്പോൾ ജരാസന്ധൻ പൊട്ടിച്ചിരിച്ചു. ബ്രാഹ്മണന്മാർ യുദ്ധം ചെയ്യാറേ ഇല്ലേ, അടുത്ത വീട്ടിൽ ശണ്ട നടന്നാൽ തന്നെ വേറെ കുത്തിയിട്ട് അടുത്ത വീട്ടിൽ ശണ്ടയാണ് എന്ന് മൗനമായി. ബ്രാഹ്മണന്മാർ യുദ്ധം ചെയ്യുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ വാഴയുടെ മുമ്പിലിരുന്ന് ഈ ശാപ്പാട്ടി യുദ്ധം നന്നായിട്ട് ചെയ്യും. ബാക്കി യുദ്ധം അവർക്ക് അറിയത്തില്ലേ. യുദ്ധം ചോദിക്കുന്നത് നിങ്ങൾ ആരാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവൻ ഭീമനാണ്, അടുത്തിരിക്കുന്നത് അർജുനനാണ്, ഞാൻ നിന്റെ ശത്രു കൃഷ്ണൻ എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, കൃഷ്ണ നീ ഓടിപ്പോയ ആളാണ്, അർജുനൻ ചെറിയ കുട്ടിയാണ്, ഭീമഹ തുല്യബലോ മമ, ഭീമനാണ് എനിക്ക് തുല്യം പറഞ്ഞ് ഭീമൻ്റെ കയ്യിൽ ഒരു ഗദ കൊടുത്തു. ജരാസന്ധൻ ഒരു ഗദ എടുത്തു. രാവിലെ കാപ്പി കുടിച്ച് സഹസ്രനാമം ജപിച്ചിട്ട് തുടങ്ങും യുദ്ധം. തുടങ്ങിയാൽ ഒരു 8:30 ആകുമ്പോൾ നിർത്തും. ടിഫൻ കഴിച്ചിട്ട് വീണ്ടും 9:15 യുദ്ധം തുടങ്ങും. 12:30 ആകുമ്പോൾ നിർത്തും. കുറച്ച് ഭക്ഷണം കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് 2:15 വീണ്ടും തുടങ്ങും. 4 മണിയാകുമ്പോൾ നിർത്തി ചായ കുടിക്കും, വീണ്ടും യുദ്ധം തുടങ്ങും. 6 മണിയാകുമ്പോൾ നിർത്തും. നമ്മുടെ സപ്താഹം പോലെ തന്നെയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഭഗവാന്റെ കഥകൾ പാടുന്നു, അവർ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ നോക്കിയിരിക്കും, അത്രയേ ഉള്ളൂ. നമ്മൾ പാരായണ സപ്താഹം, അവർക്ക് ദർശന സപ്താഹം. സപ്താഹം അറിയാൻ പറ്റില്ലേ, 28 ദിവസമാണ് യുദ്ധം. അപ്പോൾ ഭീമർക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു, എന്നെപ്പോലെ യുദ്ധത്തിൽ വേറെ ആളില്ലേ ഗദായുദ്ധത്തിൽ. അപ്പോൾ ഭീമർക്ക് മനസ്സിലായി എന്നെക്കാൾ വലിയ ആളുണ്ട്. പിന്നെ ഭഗവാനോട് പറഞ്ഞു, നരക്തോഹം ജരാസന്ധം നിർജേതും യുധി മാധവ, ജരാസന്ധനെ ജയിക്കാനുള്ള ശക്തി എനിക്ക് ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഒരു പുല്ല് എടുത്ത് ഇങ്ങനെ കീറിയിട്ട് കാണിച്ചു. അത് മനസ്സിലാക്കി ഭീമൻ ജരാസന്ധനെ കൈകൊണ്ട് തള്ളി അവൻ്റെ ഒരു കാൽ കൊണ്ട് അമർത്തി പിടിച്ചു. അടുത്ത കാലം പിടിച്ച് ആന പട്ട കീറുന്നത് പോലെ 2 കഷ്ണമാക്കി ഇട്ടു. എന്താ അത്ഭുതം, 2 കഷ്ണമായി കീറിയിട്ടും വീണ്ടും ഒന്നിച്ച് ചേർന്ന് വന്നു. അപ്പോൾ ഭഗവാൻ അത് മാറ്റിയിടാൻ പറഞ്ഞു. അങ്ങനെ ജരാസന്ധനെ വധിച്ച് അവൻ്റെ ജയിലിലിരിക്കുന്ന രാജാക്കന്മാരെ വിമോചനം ചെയ്തു. അവരെല്ലാവരും ഭഗവാന്റെ കാൽക്കളിൽ വീണ് നമസ്കരിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമുക്ക് ഏത് ദുഃഖം വന്നാലും ഇതുകൊണ്ട് ജപിച്ച് ഭഗവാനെ നമസ്കരിച്ചാൽ മതി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ
ഗോവിന്ദായ നമോ നമഃ. അങ്ങനെ നമസ്കരിച്ചു. പിന്നെ രാജാക്കന്മാരോട് പറഞ്ഞു, നിങ്ങളൊക്കെ റെസ്റ്റ് എടുത്ത് രാജഗൃഹത്തിന് എത്തിച്ചേരുന്നോളൂ പറഞ്ഞ്. പിന്നെ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. അവിടെ വെച്ച് വലിയ രാജസൂയാഗം നടത്തുന്നു. അങ്ങനെ നടത്തുമ്പോൾ അവിടെ സ്പെഷ്യൽ മണി കെട്ടിവെച്ചു ഭഗവാൻ. എത്ര ആളുകൾ ഭക്ഷണം കഴിക്കുന്നു മനസ്സിലാവണ്ടേ കണക്ക്. 1,00,000 ആളുകൾ ഭക്ഷണം കഴിച്ചാൽ ആ മണിയുടെ ശബ്ദം ഉണ്ടാവും. അപ്പോൾ ഓരോ ദിവസം ഒരു പ്രാവശ്യം, ചിലപ്പോൾ 2 പ്രാവശ്യം അടിക്കും. അപ്പോൾ ധർമ്മപുത്രൻ കണക്കെടുക്കും, 2,00,000 പേർ കഴിച്ചു, 1,00,000 പേർ ഭക്ഷണം കഴിച്ചു. കാരണം ഏത് സത്കർമ്മം നടത്തിയാലും യാഗം നടത്തിയാലും അന്നദാനം ചെയ്യേണ്ടതാണ്. അന്നഹീനോ ദഹേദ്രാഷ്ട്രം. അന്നദാനമില്ലാതെ സത്കർമ്മം നടത്തിയാൽ അത് രാഷ്ട്രത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. മന്ത്രഹീനന്തു ഋത്വിജം യജമാനം ദാനഹീന നാസ്തി യജ്ഞസമോരിപുഹു. യജ്ഞം വേണ്ട വിധത്തിൽ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് അവിടെ പറയുന്നു. മന്ത്രങ്ങൾ വേണ്ട വിധത്തിൽ പറയുന്നു ഋത്വിക്കുകൾ. യജമാനം ദാനം വേണ്ട വിധത്തിൽ ചെയ്യണം. ഇല്ലെങ്കിൽ യജ്ഞം തന്നെ നമുക്ക് ഹിംസയായി പോകും. ആപ്പറേഷൻ പോലെയാണ്. ആപ്പറേഷൻ വേണ്ട വിധത്തിൽ ചെയ്താൽ സക്സസ് ആയാൽ വൈദ്യനക്ക് മാല സമർപ്പിക്കാം. ആപ്പറേഷൻ തെറ്റായി ചെയ്താൽ പിന്നെ എന്താവും? കൊലക്കുറ്റമാണ്, അയാൾ ജയിലിലിടും. അതുപോലെയാണ് യജ്ഞം വേണ്ട വിധത്തിൽ ചെയ്യണം. അങ്ങനെ അന്നദാനം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇലയിലിരുന്ന് ഭാഗവതം പറയുന്ന നമ്മുടെ ശുകാചാര്യനും ഭക്ഷണം കഴിച്ചു. അപ്പോൾ എന്താ മണി വീണ്ടും അടിക്കാൻ തുടങ്ങി. ഭയങ്കര ധർമ്മപുത്രൻ പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ വിളിച്ചു. എന്താ? മണി റിപ്പയറായി. എന്താ വെച്ചാൽ 1,00,000 ആളുകൾ കഴിക്കുമ്പോൾ അടിക്കേണ്ട മണി വീണ്ടും അടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ജ്ഞാനിയായ ശുകാചാര്യൻ്റെ വായിൽ ഓരോ ഉരുള ചെല്ലുന്ന സമയത്തിലും 1,00,000 ആളുകൾ കഴിച്ചതിൻ്റെ ഫലം കിട്ടുന്നു. അതുകൊണ്ടാണ് മണി ഇങ്ങനെ അടിക്കുന്നു. കാണിച്ചു കൊടുത്തു. ഇനി നമുക്ക് പേടിക്കേണ്ട. കാരണം ഇവിടെ ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അദ്ദേഹം തിരിച്ച് നിൻ്റെ പേരക്കുട്ടിക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആദ്യത്തെ പൂജ ആർക്കാണ് ചെയ്യണം സംശയം വന്നപ്പോൾ സഹദേവന് പറഞ്ഞു, ശ്രീകൃഷ്ണനെ പൂജിച്ചാൽ മതി, എല്ലാവരെയും പൂജിച്ചതിൻ്റെ ഗുണമുണ്ടാവും. ഉടനെ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിച്ചു. ആ തീർത്ഥം എല്ലാവർക്കും തെളിച്ചപ്പോഴാണ് യുദ്ധത്തിനായി പുറപ്പെട്ടു ശിശുപാലൻ. ഭഗവാൻ തൃച്ചക്രം കൊണ്ട് ശിശുപാലനക്ക് മുക്തി കൊടുത്തു. ഈ കഥയൊക്കെ വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുണ്ട് മഹാഭാരതത്തിൽ. ഇവിടെ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇവിടെ വർണ്ണിക്കാം, ഭാഗവതത്തിൽ വർണ്ണിക്കാം. കാരണം ജയവിജയന്മാർ ഇറങ്ങി വന്നു പറഞ്ഞതില്ലേ, അവർ വീണ്ടും തിരിച്ച് എത്തി പറയണ്ടേ, അതിനു വേണ്ടി ഇവിടെ വർണ്ണിച്ചു. അതിനുശേഷം ശാൽവ യുദ്ധം വർണ്ണിക്കുന്നു. ശാൽവൻ പേരുള്ള രാജാവ് ഭഗവാൻ രാജസൂയത്തിൽ വന്ന സമയത്ത് അവിടെ ദ്വാരക യുദ്ധത്തിന് വന്നു. അത് മനസ്സിലാക്കി ഭഗവാൻ ദ്വാരകയിൽ എത്തിയപ്പോഴാണ് ശാൽവൻ എന്ത് ചെയ്തു? വസുദേവനെ കൊണ്ടുവന്നു. കൃഷ്ണ, വെറുതെ ഭഗവാൻ പറഞ്ഞ് നടക്കേണ്ട, നീ ഒറിജിനൽ ഭഗവാനെങ്കിൽ നിന്റെ അച്ഛനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് പറഞ്ഞ് വസുദേവനെ വെട്ടി. അപ്പോൾ ഭഗവാനക്ക് സങ്കടമായി. ദ്വാരകയിൽ കാവലത്ത് ബലരാമനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കഥം രാമം അസംഭ്രാന്തം. ബലരാമൻ ഉറങ്ങാറില്ലേ? എങ്ങനെ നോക്കിയിരിക്കും? ബലരാമനെ പറ്റിച്ച് എങ്ങനെ എൻ്റെ അച്ഛനെ ഈ ശാൽവൻ കൊണ്ടുവന്നു ഭഗവാൻ ഒന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായി. അത് വസുദേവൻ, ഒറിജിനൽ വസുദേവനില്ലേ, വസുദേവനെ പോലെ ഒരു മായയാണ്. എങ്ങനെയാണ് ഇന്ദ്രജിത്ത് ഹനുമാൻ മുതലായ വാണന്മാരെ മോഹിപ്പിക്കാൻ വേണ്ടി മായാസീതയെ വധിച്ചുവോ, അതേപോലെയാണ് മായാ വസുദേവനെ കൊന്നു. പിന്നെ ഭഗവാൻ ഗദ കൊണ്ട് അവൻ്റെ ശാൽവൻ്റെ വിമാനവും പൊടിയാക്കി അവനെയും വധിച്ചു. ഈ സമയത്തിലാണ് ദന്തഭക്തൻ, വിജയൻ്റെ അവതാരമായ ദന്തഭക്തൻ യുദ്ധത്തിനായി വന്നു. അവനെയും ഗദ കൊണ്ട് ഭഗവാൻ യുദ്ധം ചെയ്തു. ഇങ്ങനെ അതിനുശേഷമാണ് മഹാഭാരത യുദ്ധം. മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കാതെ ബലരാമസ്വാമി തീർത്ഥയാത്രയായി ചെന്നു. അവിടെ ചെന്ന് രോമഹർഷണ മഹർഷിക്ക് മുക്തി കൊടുത്തു. അപ്പോൾ അവിടെ ഇരുന്ന് ഋഷികളൊക്കെ പറഞ്ഞു, എന്തായാലും രോമഹർഷണൻ ഞങ്ങൾക്ക് ഭാഗവതം പറയാൻ വേണ്ടി വന്ന ആളാണ്, അവരെ വധിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരു തീർത്ഥയാത്ര നടത്തണം. അപ്പോൾ ശരി പറഞ്ഞ് ബലരാമസ്വാമി തീർത്ഥയാത്ര ചെയ്ത കഥ ഇവിടെ വർണ്ണിക്കുന്നു. തീർത്ഥയാത്ര ചെയ്ത് കുരുക്ഷേത്രത്തിൽ എത്തുമ്പോഴാണ് അവിടെ മഹാഭാരതം 18ാമത്തെ ദിവസം ഭീമൻ്റെ ദുര്യോധൻ്റെ ഗദായുദ്ധം. ആ ഗദായുദ്ധത്തിൽ ഭീമൻ ദുര്യോധനെ തൊടയിൽ അടിച്ച് വീഴ്ത്തിയപ്പോഴാണ് ബലരാമസ്വാമി പറഞ്ഞു, ഇത് തെറ്റാണ്. ഗദായുദ്ധത്തിൽ അരക്കെട്ടിന് താഴെ അടിക്കാൻ പാടില്ല.
മുകളിൽ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ഓരോരോ യുദ്ധത്തിന് ഓരോ നിയമം വച്ചിട്ടുണ്ട്. ഇത് തെറ്റിച്ച് യുദ്ധം ചെയ്തതാണ്. ഇപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അത് അറിയാതെ പഠിത്തതാണ്. പിന്നെ ഒരു മഹർഷിയുടെ ശാപമുണ്ട് ദുര്യോധനക്ക്, തൊടയിലടിച്ച് നിനക്ക് മരണം. പിന്നെ ഭീമനും ശപഥം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു, ബലരാമസ്വാമി, പാണ്ഡവന്മാർ നല്ലവരാണ് എനിക്കറിയാം, പക്ഷേ അവർ മോശമായി പെരുമാറാൻ കാരണം കൃഷ്ണ നിന്റെ കൂട്ടുകെട്ട് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് നീയും വേണ്ട, പാണ്ഡവന്മാരും വേണ്ട പറഞ്ഞ് ദ്വാരകയ്ക്ക് പോയി എവിടെയോ ക്ഷേത്രയാത്രയായി പോയി. അപ്പോഴാണ് ഭഗവാൻ യുദ്ധം കഴിഞ്ഞ് ദ്വാരകയിൽ എത്തിയ ശേഷം ബലറാമേട്ടൻ വന്നില്ലല്ലോ വിഷമിച്ചിരിക്കുമ്പോഴാണ് ആ സ്ഥാനത്ത് കുചേലൻ സുദാമ എത്തിച്ചേരുന്നു. അതുകൊണ്ടാണ് ഇവിടെ സുദാമ ഉപാഖ്യാനത്തിൽ 2 പ്രാവശ്യം പറയുന്നുണ്ട്. പര്യങ്കേ ഭ്രാതരോ യഥാ പരിഷ്വക്തോ അഗ്രജോ യഥാ. ഏട്ടനെ പോലെ ഭഗവാൻ അദ്ദേഹത്തിനെ സത്കരിച്ചു. അങ്ങനെ പറയാൻ എന്താ കാരണം? ബലറാമേട്ടൻ വന്നല്ലോ വിഷമിച്ചിരിക്കുന്ന സമയത്തിലാണ് ഇവിടെ സുദാമ വന്നു. ആ സുദാമ ചരിത്രം ഇവിടെ 2 അധ്യായത്തിൽ വർദ്ധിക്കുന്നു. ഭഗവന്യാണി ചാന്യാണി മുകുന്ദസ്യ മഹാത്മനഃ